ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് പാർട്ട് 6 ആയിട്ടാണ്. NFS നോ ലിമിറ്റിൻ്റെ പാർട്ട് 6 ആയിട്ട്. ഓക്കെ, അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ ഇന്ന് ലൈവ് ഇട്ടപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, ഫ്രീ ഫയർ അക്കൗണ്ടിന് ബാൻ കുടുങ്ങിയിരിക്കുകയാണ്. അത് നമ്മളെ സ്പൈഡിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് കയറ്റി കളിച്ചോ അല്ല ഫയലെന്തോ കയറ്റി കളിച്ചെന്നാണ് എന്നോട് പറഞ്ഞത് ഒരു ബാൻ്റെ റീസണ്. അപ്പോൾ 3 ഡേ കഴിഞ്ഞിട്ടാണ് ബാൻ മാറുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോഴൊക്കെ ഫ്രീ ഫയർ ലൈവ് ഇടാൻ കഴിയും. അതിൻ്റെ നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ട്. അത് നമുക്ക് ഫെലിൻ്റെ അക്കൗണ്ട് എടുക്കാം. ഫെലിൻ്റെ അക്കൗണ്ട് ഉണ്ട്, നമ്മളെ അക്കൗണ്ടാണ്, നമ്മൾ കളിക്കാൻ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കളിയിലേക്ക് എടുക്കാം. ഗെയിം ബ്ലോക്ക് നമ്മൾ അതൊക്കെ ഇടാം. ഈ കേസിലേക്ക് എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മളെ മസ്താങ്ക് എടുത്തിരിക്കുകയാണ് കളിക്കാൻ. പെട്ടേക്ക് ഞാൻ ഫസ്റ്റ് ആയിട്ടാണല്ലോ പിന്നെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പെട്ടിൻ്റെ ടാങ്ക് വരുന്നത്. പെട്ടേക്ക് പക്ഷേ നമുക്കൊന്നും വിഷയമുള്ള കേസല്ല. മൊക്കത്തിൽ ഇടിച്ച് അതാണ് ഇപ്പം ഉണ്ടായത്. നോ ഇഷ്യൂസ്. അത് നമ്മൾ എന്തായാലും പറപ്പിച്ച് വിടുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് എത്ര മീറ്റർ ഉണ്ട്? 60% നമ്മൾ റൗണ്ട് ആയിട്ടുണ്ട്. ആൻഡ് 15 സെക്കൻഡ് ഉണ്ട്. ഓക്കെ സീനുള്ള കേസ് അല്ല. നമ്മൾ വെഹിക്കിൾ 290 മേലൊക്കെയാണ് സ്പീഡ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. ജസ്റ്റ് റേസിലൊക്കെ വേഗം കിടക്കാം. നമ്മൾ വേഗം ചാപ്റ്റേഴ്സ് തീർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മൾ മിസ്സായതില്ല. വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നു, പക്ഷേ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടിയില്ല. ഇൻ്റർനെറ്റ് കറണ്ട് പോയി, ആ പടം ടൈമിങ് മൊത്തം പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിറ്റേഴ്സിനോട് അരച്ചു. ഓക്കെ, വെറ്റേ ഓക്കെ, ചാപ്റ്റർ അങ്ങനെ 5 തീരാൻ പോവുകയാണ്. ചാപ്റ്റർ 5 കൂടി തീർത്താൽ നമ്മൾ ചാപ്റ്റർ 6 കിടക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ഏതുകൊണ്ടിരിക്കാം. വോൾവോനെ മതി ഗൈസ്. വോൾവോ സീനാണ്. വോൾവോ കിട്ടില്ല മോഡിഫിക്കേഷൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടിയൊക്കെ നല്ല പവറുണ്ട്. 360 കണ്ട. അപ്പോൾ അതും വോൾവോ ആണ്. നമ്മൾ നല്ല അടിപൊളി മോഡിഫിക്കേഷനാണ്. അതും കിട്ടലാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. എന്താ അത് അവിടെ സെയിം മോഡിഫിക്കേഷൻ അവിടെ നമുക്ക് കളർ വ്യത്യാസങ്ങളുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ഡിസൈൻസ് നോക്കുന്നില്ല. എനിക്കൊന്നും ഡിസൈൻസിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഓറില്ല. അപ്പോൾ ഡിസൈൻ കൊള്ളാതെ സെയിം ഡിസൈൻ നമുക്ക് സെറ്റാക്കാം. ഫുൾ സെറ്റാക്കാം. നമ്മൾ റെഡ് തീമിൽ ഇറക്കാൻ പറ്റും. നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസിൻ്റെ കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. സെറ്റാക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ സെറ്റാക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു വീഡിയോ നമുക്കാണ് ഒരു വെഹിക്കിളിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഇറക്കാണ് NFSൻ്റെ. പക്ഷേ കുറച്ച് സീൻസ് ഉണ്ട്. കാരണം വെഹിക്കിൾസ് ഫുൾ അപ്ഗ്രേഡ് അല്ല, പക്ഷേ കുറേ വെഹിക്കിൾസ് അപ്ഗ്രേഡാണ്, കുറേ വെഹിക്കിൾസ് മോഡിഫൈഡും ആണ്. ചില വെഹിക്കിൾ അപ്ഗ്രേഡ് ആവാത്ത BMW ഒക്കെ തൊടാനുള്ള പോലെ എത്തും ആവണില്ല. നമുക്ക് വിചാരിച്ച മതിലൊന്നും മുന്നോട്ട് പോകുന്നില്ല. BMWക്ക് അതിൻ്റെ അപ്ഗ്രേഡ് ടോക്കൺ കിട്ടിയാലേ കാര്യമുള്ളൂ. BMW നമുക്ക് ഇനി 3 ടോക്കൺ കൂടി കിട്ടിയാലേ BMW ഇനി മുന്നോട്ടുണ്ടാകും. BMW അവിടെ ക്ലോസ് ആയി കൊടുക്കുകയാണ്. അവിടെ പൊടിയും പിടിച്ച് കിടക്കാൻ. അപ്പോൾ എടുക്കൽ തന്നെയല്ല, ഓടിയും പോകണില്ല BMW. അത്രയും പവറില്ല. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പവറുള്ള വെഹിക്കിൾ തന്നെ ഉള്ളൂ. ഇതും മസ്താങ്. പിന്നെ വേറെ വെഹിക്കിളുണ്ട് 3 ലെവലാണ്. ആ വെഹിക്കിളൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ ഇതിനും വെട്ടിച്ച് പോകും സാധനം. അമ്മാതിരി പവറാണ്. പക്ഷേ അതിനുള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിലില്ല. കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വോൾവോൻ്റെ ടോക്കണിനെ കിട്ടി. നമുക്ക് BMW ആണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷേ BMW അങ്ങനെ ഇനി കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിലവിലെ പ്രശ്നം അതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചാപ്റ്റർ 6 കിടക്കുകയാണ്. വോൾവോ എന്നല്ലേ. കാരണം വോൾവോ ആണ് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് വെഹിക്കിൾമാർ. നല്ല രീതിക്ക് പൈസ മുടക്കിയിട്ടുള്ളൊരു വെഹിക്കിളാണ് വോൾവോ അങ്ങനെയും കൈവിടാൻ പറ്റില്ല. GT കമോൺ ഏതല്ല ലുക്ക് നോക്കി. ഗ്രീൻ റെഡ് സെറ്റാണ്. ഞാൻ പിന്നെ റെഡ് മാറ്റിന്ന് ഗ്രീൻ നോക്കിയതാണ്. ആൻഡ് ഇനിയും കളർ മാറും. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് നല്ല സാധനം നോക്കി ഇട്ടിട്ട് പോകും. മോനെ തുടങ്ങി. നമുക്ക് 1 മിനിറ്റിനുള്ളിൽ നടത്തണം എന്നാണ് നമുക്കൊന്ന് ടാസ്ക്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട്. ടാസ്ക് അതൊന്നല്ല കേട്ടോ, സോറി ഞാൻ മാറി പറഞ്ഞാണ്. 1 മിനിറ്റ് ഉണ്ട്. അതിനുള്ള നമ്മൾ ഡ്രിഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ എത്തുമാണ്. ഓക്കെ,
ഡ്രിഫ്റ്റ് നമുക്ക് 752 ആ സൈഡ് കാണാം, അത് ഫില്ല് ചെയ്യാം. ഫൈനലി അതും ഫില്ലായിരിക്കുന്നു. ഇപ്പം എന്തിനാണ് ഇതൊക്കെ എനിക്കറിയാം, ഇത് നിങ്ങൾ പറഞ്ഞു തന്നെയല്ല, ഇതൊക്കെ ഞാൻ കാലം കുറേ പഠിച്ചിട്ട്. അപ്പോൾ കളിച്ച് നമ്മൾ മാസമായി ഇവരെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇത്. ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, വീണ്ടും വീണ്ടും പറഞ്ഞു തന്നില്ല. ഇനി പിന്നെയും വരുമോ? ഇപ്പോൾ പേടിക്കണം. അതേ പിന്നെ എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്? അറിയടോ, എന്തൊക്കെയല്ലേ പ്രശ്ന കേസല്ല. നമ്മൾ ഓൾറെഡി ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ഇവർ പിന്നെയും പറഞ്ഞ് ചടുപ്പിച്ച സ്ക്രീൻ നമ്മൾ ലാഗ് ഏൽപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഇതിൽ ഫ്ലോയിൽ പോകാൻ അതിൻ്റെ കൂടെ ഈ ലാഗ് കൊണ്ടിരിപ്പിച്ചതാണ്. എന്ത് കഷ്ടമാണ് മോനെ. വണ്ടി സെറ്റാലേ. ഓക്കെ, 60.40 ഫിനിഷ്. നൈസ്. ആർപ്പിട്ടി കാര്യമാണ്. 1300 ലെവൽ 16. ഓക്കെ, ലെവൽ 16 എത്തിയിട്ട് നമ്മൾ ഇപ്പം തന്നെ ലെവൽ 16. ഇതിൽ അത്യാവശ്യം എത്ര ലെവലുണ്ടെന്ന് അറിയില്ല, ബട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ പവറായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതും തീർന്നു. നെക്സ്റ്റ് മസ്ദ എന്ത് ചെയ്താ അതിൻ്റെ ടോക്കൺ കിട്ടും തോന്നുന്നുണ്ട് ആ വെഹിക്കിളിൻ്റെ. ടോക്കൺസ് മെയിനാണ്. ഡ്രിഫ്റ്റ് 600 മീറ്റർ 38 സെക്കൻഡിനുള്ളിൽ. 600 മീറ്റർ. പുത്തിരി അതൊക്കെ പൂത്തിരി. സ്ലോ എക്സിറ്റ്. മേലെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാ ഉണ്ടോ? ഓക്കെ, പെർഫെക്റ്റ്. ഒരു പ്രശ്നമില്ല. ഡ്രിഫ്റ്റാണ് ഇപ്പോൾ നമുക്ക് വല്ലാതെ ഡ്രിഫ്റ്റാണ് വരുന്നത്. ഡ്രിഫ്റ്റ് അതുപോലെ ഓരോ വെഹിക്കിളിൻ്റെ അടുത്ത് കൂടെ പോകുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. ചാരി പോകാന്നുള്ള ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നത്. പിന്നെ അത് നമുക്കൊരു പ്രശ്നമുള്ള കേസേ അല്ല. ഏതല്ലേ അതിട്ടൊക്കെ നല്ല പവർ കിട്ടും. നമ്മൾ അക്കത്തിൽ പവർ കൂട്ടിയിട്ടുണ്ട്. വെഹിക്കിളൊക്കെ നല്ല പവർ, ഫുൾ പവർ. അതുകൊണ്ട് ഒരു 5 സെക്കൻഡ് നമ്മൾ ബാക്കിയാക്കി വെച്ചു. ഫിനിഷ്. പെർഫെക്റ്റ്. മസ്ദ റഷ് ഹണ്ടോ. കമോൺ. മറ്റൊരു ഇഷ്യൂ എന്നാണ് അതിൻ്റെ ഒരു കാര്യമാക്കണ്ട. ഹേ റൈസ് ഇവനെ വെട്ടിക്കുക. സോ സിമ്പിൾ. നമുക്ക് ഡ്രിഫ്റ്റ് കുറച്ച് കൂട്ടി കിട്ടിയ പിന്നെ എനിക്കുണ്ട് അങ്ങനെ പറപ്പിച്ച് പോകാം. അവന് പോകണ്ടിട്ടോ, അവൻ്റെ വണ്ടി കുറച്ചൊരു പവറുണ്ട്. ബട്ട് നമ്മളത്ര പോലും എന്തായാലും നമ്മളൊന്ന് പെട്ടും പറയുമ്പോഴാണ് കടത്തിയിട്ടത്. അടുത്ത വിളവിൽ കളി കഴിയുന്നു. വെറുതെ പറഞ്ഞില്ല, കറക്റ്റാണ്. അടുത്ത വിളവിൽ കളി കഴിയുന്നു. എത്ര ഉള്ളൂ? പവർഫുള്ളാണ്. ഡാമിറ്റ്. തോറ്റിൻ്റെ കലിപ്പാണ്. ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ നല്ല ഉണ്ടാവും. 3 പ്രൈസ് എന്താണ് 4500 കിട്ടിയാൽ കിട്ടിയില്ല. പോട്ടെ, അടുത്തിട്ട് ഓക്കെ. നമ്മളങ്ങനെ അടുത്ത റേസിലേക്ക് എടുക്കുകയാണ്. ഇത് ലാസ്റ്റ് റേസ് കേട്ടോ. ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ബാക്കി നമുക്ക് അടുത്ത ഇത് ചെയ്യാം. ഓക്കെ, അടുത്ത പാട്ടിൽ. ഓക്കെ, ലെറ്റ്സ് ഗോ.
BMW M2 കപ്പിൾ ഒക്കെ കപ്പിളാണ് നമ്മൾ തന്നെ. കൊള്ളാലേ, കാണാണ്ടിരിക്കണ്ടേ, സാധനം നൈസാണ്, കൊള്ളാലോ. എന്താ മോനെ, പെർഫെക്റ്റ്. ദിമ്മക്കൾ കയറുക എന്നുള്ളൊരു ചടങ്ങാണ്. ദിമ്മക്കൾ കയറാൻ നൈട്ര കിട്ടും. ആ കിട്ടിയ നൈട്രിൽ നമ്മൾ വെച്ച് പിടിക്കണം. നമുക്കൊരു വെല്ലുവിളിയാണല്ലോ. വെല്ലുവിളി പൂത്തിരി. ആ പവർ പോയാൽ ബാക്കുള്ളവന്മാരൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ മുന്നിൽ കയറും. നമ്മളൊരു ചെറിയ സ്റ്റെക്ക് മതി മോനെ, അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ശരിയായി. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ നോളെ. അപ്പോൾ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത് നല്ലൊരു പാട്ടായിട്ട് വരാം വിചാരിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ബൈ. ആൻഡ് ദിസ് ഈസ് ആർഡിക്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.